ഈ ക്ലാസ് നടത്തുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാല എന്നാണ് സ്ഥാപനത്തിന്റെ പേര്. എല്ലാവരും മൈക്കൊക്കെ ഓഫ് ചെയ്ത് വെക്കണം. ഓക്കെ, തിരുവനന്തപുരത്താണ് നമ്മളെ ഓഫീസ്. ഏകദേശം 2015 ഈ സ്ഥാപനം തുടങ്ങിയത്. ആദ്യം നമ്മൾ ഡയറക്റ്റ് ക്ലാസ്സുകളാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ ഏകദേശം കൊറോണയുടെ സമയം തൊട്ട് ഓൺലൈനിലേക്ക് വന്നു. ഓൺലൈൻ ക്ലാസ്സുകളാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 10,000-2000 പേരോളം ഇവിടെ നിന്ന് പഠിച്ചു പോയിട്ടുണ്ട്. ഇന്നിപ്പോൾ തുടങ്ങുന്ന ക്ലാസ് തന്നെ അടിസ്ഥാന ജ്യോതിഷത്തിന്റെ 27ാമത്തെ ബാച്ചാണ്. പിന്നെ അതുപോലെ തന്നെ ജ്യോതിഷത്തിൻ്റെതും വാസ്തുവിൻ്റെയും അതുപോലെ പാമിസ്ട്രി, ഹസ്തരേഖാശാസ്ത്രം, പിൻഡില ജ്യോതിഷം, പിന്നെ അതുപോലെ ശംഖ് ജ്യോതിഷം, ഇവയുടെ എല്ലാം ക്ലാസ്സുകൾ ഇവിടെ ഉണ്ട്. ഡയറക്റ്റ് ക്ലാസ്സും ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സുകളും ഉണ്ട്. കൂടുതലും ഓൺലൈൻ ക്ലാസ്സുകളാണ്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും 4 ക്ലാസ്സുകളാണ് ആരംഭിക്കുന്നത്. ഒന്ന് അടിസ്ഥാന ജ്യോതിഷം. അടിസ്ഥാന ജ്യോതിഷം എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ജ്യോതിഷം പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണ്. അതിന്റെ ബേസിക് കാര്യങ്ങളാണ്. ഒരു ജാതകം കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളെങ്കിലും നമുക്ക് പറയാൻ സാധിക്കണം. ആ രീതിയിലുള്ള ക്ലാസ്സുകളാണ് അടിസ്ഥാനം. ജ്യോതിഷത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ ക്ലാസ്സിനകത്ത് വരുന്നത്. അത് 7 മാസത്തെ ക്ലാസ് ആണ്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പല ഗ്രൂപ്പിൽ പല പ്രാവശ്യം ഇട്ടിരുന്നു, നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നീട് രണ്ടാമത് വരുന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ പ്രശ്ന വിശകലനവും ജാതക വിശകലനവും എന്ന് പറയുന്ന ക്ലാസ്സാണ്. ഇത് യഥാർത്ഥത്തിൽ പ്രശ്നം പഠിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയാണ്. അടിസ്ഥാനം കഴിഞ്ഞിട്ട് പ്രശ്നവും മുഹൂർത്തവും എന്നൊക്കെ പറഞ്ഞ ക്ലാസ് ഉണ്ട്. അത് ഇവിടെ തന്നെ ഉണ്ട്. അല്ലാതെ പുറത്തുനിന്നൊക്കെ പ്രശ്നം പഠിച്ച ആൾക്കാർക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പിന്നെ പ്രത്യേകതരം പ്രശ്നങ്ങൾ അത് എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ ഇവിടെ വിശകലനം ചെയ്ത് പഠിപ്പിക്കുന്ന രീതിയാണ്. അതുപോലെ തന്നെ ജാതകങ്ങളും സമൂഹത്തിലെ പ്രധാനപ്പെട്ട ഒരുപാട് വ്യക്തികളുടെ പല ജാതകങ്ങളെയും വ്യത്യസ്തമായ ജാതകങ്ങൾ ഉണ്ടാവും. ആ ജാതകങ്ങൾ എടുത്തിട്ട് അത് എങ്ങനെ നമ്മൾ വിശകലനം ചെയ്ത് അവരുടെ സ്വഭാവങ്ങളും കാര്യങ്ങളും മറ്റവരുടെ ജീവിതാനുഭവങ്ങളും ഒക്കെ എങ്ങനെയാകും എന്നൊക്കെ നമുക്ക് ഒരു ഫലം പറയുന്ന രീതിയിൽ ഉള്ള ക്ലാസ്സുകളാണ് അതിനകത്ത് വരുന്നത്. പിന്നെ ഒരു ക്ലാസ് വരുന്നത് ദേവപ്രശ്നത്തിന്റെ ക്ലാസ്സാണ്. അത് എല്ലാം ഹയർ ലെവൽ ക്ലാസ്സാണ്. ബേസിക്കും അതുപോലെ തന്നെ പ്രശ്നവും ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ക്ലാസ്സാണ് ദേവപ്രശ്ന ക്ലാസ്. പിന്നീടുള്ള ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ ശംഖ് ജ്യോതിഷത്തിന്റെ ക്ലാസ്സാണ്. അത് വളരെ കുറഞ്ഞ പീരീഡിൽ നമുക്ക് അത്യാവശ്യം ഫലങ്ങളൊക്കെ പറയുന്ന രീതിയിൽ ആണ് ആ ക്ലാസ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിന്റെ എല്ലാ അധ്യാപകരും ഉണ്ട്. പിന്നെ പ്രശ്നം മുഹൂർത്തവും പഠിപ്പിക്കുന്നത് മോഹൻ സാറാണ്. അതുപോലെ തന്നെ അടിസ്ഥാന ജ്യോതിഷവും ശംഖ് ജ്യോതിഷവും പഠിപ്പിക്കുന്നത് പ്രസന്നകുമാരൻ നായർ സാർ ആണ്. ഇവരെല്ലാം നിങ്ങളോട് സംസാരിക്കും. നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഈ പഠന ക്ലാസ് ആരംഭിക്കാം. എല്ലാവരും അവരവരുടെ വിശ്വാസത്തിനനുസരിച്ച് മനസ്സിൽ പ്രാർത്ഥിക്കുക. ഞാനൊരു പ്രാർത്ഥനാ ഗീതം ഇടാം. അതിനുശേഷം നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാം. മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ചയജതാം ഭർത്താമരജ്യോതിഷാം ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. ആദ്യമായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ മോഹൻ സാറിനെ ക്ഷണിക്കുകയാണ്. മോഹൻ സാറ് നിങ്ങളോട് സംസാരിക്കും. എല്ലാവർക്കും ജ്യോതിഷം ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ പേര് മോഹനൻ എന്നാണ്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ടിട്ട് 30 വർഷത്തിൽ കൂടുതലായി ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യുന്നു. പ്രാക്ടീസിങ് അസ്ട്രോളജറാണ് എല്ലാ മേഖലയും. അതോടൊപ്പം ടീച്ചിങ് ഫീൽഡിൽ വന്നിട്ട് തന്നെ 6-7 വർഷം കഴിഞ്ഞു. റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ, കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ജോലിയായിരുന്നു. അതൊക്കെ റിട്ടയറായി. ഇപ്പോൾ ഫുൾ ടൈം ജ്യോതിഷം. പിന്നെ ജ്യോതിഷത്തിൽ പ്രാക്ടീസ് മാത്രമല്ല, പൊട്ടി ശ്രീരാമലു തെലുങ്ക് യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് കേട്ടിരിക്കും എല്ലാവരും. ഒരു ട്രഡീഷണൽ യൂണിവേഴ്സിറ്റിയാണ്. അവിടെ നിന്ന് MAയും പാസ്സായി, ജ്യോതിഷത്തിൽ MAയും പാസ്സായി. തഞ്ചാവൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജ്യോതിഷത്തിൽ PhDയും കഴിഞ്ഞു. കഴിഞ്ഞതിന് ശേഷമാണ്
ഈ ഫീൽഡിൽ സ്ട്രോങ് ആയത്. ഇതൊക്കെ സർക്കാർ സർവീസിന്റെ പീരീഡിലായിരുന്നു. ഇപ്പോൾ ഇവിടെ ഞാൻ പ്രധാനമായിട്ട് പ്രശ്ന ക്ലാസ്സുകളും ജ്യോതിഷത്തിന്റെ അടിസ്ഥാനം കഴിഞ്ഞ് വരുന്ന കാര്യങ്ങൾ, പ്രശ്നവും ദേവപ്രശ്നവും ജാതക വിശകലനം തുടങ്ങിയ ക്ലാസ്സുകളാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ജ്യോതിഷത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അടിസ്ഥാനപരമായ കാര്യങ്ങൾ എടുക്കുന്നതൊക്കെ പ്രസന്നകുമാർ സാറാണ്. സാറ് നിങ്ങളടുത്ത് വിശദമായിട്ട് സംസാരിക്കും അടിസ്ഥാന കാര്യങ്ങൾ. ഇപ്പോൾ നമുക്ക് പ്രശ്നത്തിനെ കുറിച്ച് സംസാരിക്കും. ഇപ്പോൾ ജ്യോതിഷം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ജ്യോതിഷം പല ഐതിഹ്യങ്ങളുമുണ്ട് ജ്യോതിഷത്തിന്റെ തുടക്കത്തിനെ കുറിച്ച്. എന്നാലും നമ്മൾ പഠിച്ചിട്ടുള്ളതനുസരിച്ച് പാർവതി ദേവിക്ക് ഇങ്ങനെ ഒരു പ്രവചനത്തിനെ കുറിച്ച് അറിയണമെന്ന് ശ്രീ പരമേശ്വരനോട് ആവശ്യപ്പെട്ടെന്നും അങ്ങനെ ശ്രീ പരമേശ്വരൻ അരുളി ചെയ്തെന്നും അവിടെ നിന്ന് അവരുടെ 18 ജ്യോതിഷ പുരോഹിതന്മാർക്ക് അത് പകർന്നു കൊടുത്തെന്നും അവിടെ നിന്ന് ഇങ്ങനെ ജനങ്ങളിലേക്ക് വന്നുവെന്നും ഒരു സങ്കല്പമുണ്ട്. പിന്നെ വിഷ്ണു, മഹാവിഷ്ണു, അതുപോലെ ബ്രഹ്മാവിന്റെ ശിഷ്യന്മാർ ആ വഴിയിൽ വന്നു എന്നും സങ്കല്പമുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് സാറ് ഭംഗിയായിട്ട് പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഈ പ്രശ്നം അസ്ട്രോളജി അല്ലെങ്കിൽ കൊററി അസ്ട്രോളജി എന്ന് പറയുന്നതാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഉത്ഭവിച്ച ഒരു സ്ഥാനമാണ്. ഇപ്പോഴത് എല്ലാ ഭാഷയിലും ഉണ്ട്. ചെന്നൈയിലെ വേൽസ് യൂണിവേഴ്സിറ്റി കേട്ടിട്ടുണ്ടവരുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ചെന്നൈ തമിഴ്നാടുമായിട്ട് ബന്ധമുള്ള ആൾക്കാർക്ക് ചെയ്യാൻ കഴിയും. വേൽസ് യൂണിവേഴ്സിറ്റി, അവിടെ റിസർച്ച് ചെയ്യുന്നവർ, ദേവപ്രശ്നത്തിൽ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ഗൈഡ് കൂടിയാണ്. ഇവിടെ വാല്യുവേഷൻ നടത്തി ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിശയിച്ചു പോയി. കാരണം ഇത്രയും ഭംഗിയായിട്ട് അവർ പ്രശ്നം, ഈ നമ്മൾ കാണുന്ന പ്രശ്നമാർഗത്തിന്റെ തമിഴ് ട്രാൻസ്ലേഷൻ ഭംഗിയായിട്ട് അവരുടെ കയ്യിലുണ്ട്. ദേവപ്രശ്നത്തിന്റെ ബുക്കിന്റെ തമിഴ് ട്രാൻസ്ലേഷൻ ഉണ്ട്. ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിശയിച്ചു പോയി. നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വകയാണ്. അങ്ങനെയൊന്നുമല്ല, എല്ലായിടവും വ്യാപിച്ചു കഴിഞ്ഞു വരും. ശരി, അതെല്ലാം പോട്ടെ. അപ്പോൾ പ്രശ്നത്തിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പോൾ നമ്മളൊരു ജാതകം നോക്കുകയാണ്. ജാതകത്തിൽ വ്യാഴം ദശ നടക്കുന്നു. വ്യാഴം ഉച്ചമാണ്, കർക്കിടകത്തിൽ നിൽക്കുന്ന ഉച്ചം. വ്യാഴം 16 വർഷമുണ്ട്. അല്ലെങ്കിൽ ശുക്രദശ, ശുക്രൻ മീനത്തിൽ നിൽക്കുന്നു, ശുക്രൻ ഉച്ചം, അല്ലെങ്കിൽ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ശനി മേടത്തിൽ നിൽക്കുന്നു, വളരെ നീചമാണ്, നീചരാശിയാണ്, മേടത്തിൽ നിൽക്കുന്നു, 19 വർഷം. അപ്പോൾ നീചത്തിൽ നിന്നാൽ മോശം, ഉച്ചത്തിൽ നിന്നാൽ നല്ലതെന്ന് പറയണം. ഈ ശനി, നീചത്തിൽ നിൽക്കുന്ന ശനി 19 വർഷവും മോശമായിരിക്കില്ല. അല്ലെങ്കിൽ ഉച്ചത്തിൽ നിൽക്കുന്ന വ്യാഴം 16 വർഷവും നന്നായിട്ടും ഇരിക്കില്ല. സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ശുക്രൻ 20 വർഷവും നന്നായിട്ടിരിക്കില്ല. ഇത് മാറിയും മറിഞ്ഞും വരും. ഇതെങ്ങനെയെന്ന് ചോദിച്ചാൽ ചാരഫലം അനുസരിച്ചും ദശ അപകാരങ്ങളും ഈ ഗ്രഹങ്ങൾ ചാരഫലം അനുസരിച്ചും, ചാരഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക്, ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ചും മാറ്റങ്ങൾ സംഭവിക്കും. ഈ മാറ്റങ്ങളെ ശരിക്കും ഗണിച്ചെടുക്കാൻ കഴിവുള്ള ഒരാളിന് അത് മതി. അങ്ങനെയാണ് തമിഴ്നാട്, ആന്ധ്ര, കർണാടകയിലുള്ള ആൾക്കാരൊക്കെ അങ്ങനെയാണ് പറയുന്നത്. കൃഷ്ണമൂർത്തി പദ്ധതിയിലൊക്കെ വരുമ്പോഴും ഒക്കെ അങ്ങനെയൊക്കെ അവർ പറയും. പക്ഷെ അതിനെ കൂടി ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഈ പ്രശ്ന ആസ്ട്രോളജി വരുന്നത്. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദീർഘിപ്പിച്ച് പറയാൻ പറ്റിയ ഒരു കാര്യമല്ല. വളരെ ഞെരുക്കി, വളരെ അടുപ്പിച്ച് പറയാൻ കഴിയും. ഇപ്പോൾ വ്യാഴദശ 16 വർഷവും നമ്മൾ ഒരു വ്യാഴദശാകാലം ജാതകം എഴുതുമ്പോഴും വ്യാഴദശാകാലം അങ്ങനെ കിട്ടും. സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും, തൊഴിൽ കിട്ടും, സാമ്പത്തിക നേട്ടം ഉണ്ടാകും എന്നൊക്കെ പറയും. പക്ഷെ പ്രശ്നത്തിൽ വരുമ്പോൾ അത് എപ്പോഴ്, ഏത് സമയം, എത്ര ആ കാലയളവ് വളരെ ഞെരുക്കി കണ്ടുപിടിക്കാൻ പ്രശ്ന ആസ്ട്രോളജിക്ക് കഴിയും. അതാണ് പ്രശ്ന ആസ്ട്രോളജിയുടെ ഒരു കാര്യം. ഇനി ഒരു കാര്യമുള്ളത്, നമ്മുടെ സാധാരണയായിട്ട് പറയപ്പെടുന്ന ഒരു ജാതകം എന്ന് പറയുന്നത് നമ്മളെ മുൻജന്മ ഫലം അനുസരിച്ച് ഏത് മാതാപിതാക്കൾക്ക് മകനായി അല്ലെങ്കിൽ മകളായി ജനിച്ചാൽ ആ ഫലം അനുഭവിക്കേണ്ടി വരും, അവിടെ കൊണ്ട് ജനിക്കും നമ്മൾ എന്നൊക്കെ നമുക്കറിയാം. നമ്മുടെ പൂർവികമായിട്ടുള്ള ജന്മാന്തരങ്ങളിൽ ചെയ്ത ശുഭ പാപകർമ്മങ്ങളുടെ സഞ്ചിട്ട് നമ്മൾ ജനിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ആ ജനിക്കുന്ന സമയം വെച്ച് ജാതകം എഴുതുന്നു. അതെല്ലാം ശരി തന്നെ. അപ്പോൾ നമ്മൾ ആദ്യം ജാതകം നോക്കുന്നു.
ജാതകം നോക്കിയിട്ട് ജ്യോത്സ്യർ പറയണം ഇപ്പം നല്ല സമയമാണ്, ഇപ്പം എല്ലാ കാര്യവും ചെയ്യാം, തൊഴിൽ കിട്ടും, വിദ്യാഭ്യാസത്തിൽ നന്നായിരിക്കും എന്നൊക്കെ പറയുന്നു. അടുത്ത പ്രശ്നം വരുമ്പോൾ നേരെ വിപരീതമായിട്ട് വന്നു കഴിഞ്ഞ് പ്രശ്നവും നമുക്ക് അതുപോലെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ ജാതകം നന്നായിട്ട് വന്ന് പ്രശ്നം മോശമായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, എന്ത് പറയാം? ഫലം നന്നായിട്ട് വന്ന് പ്രശ്നഫലം മോശമായി കഴിഞ്ഞാൽ ജാതകം മുൻജന്മ കർമ്മങ്ങൾ നന്നായിരുന്നു, പ്രശ്നം ഈ ജന്മത്തിൽ വരുന്ന കാര്യമാണ്. അതായത് ജാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിക്കുന്ന സമയം, മുൻജന്മ ഫലങ്ങൾ ജനിക്കുന്ന സമയത്തുള്ള ഗ്രഹനില ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ട വിഷയം. ജാതകം ജനിക്കുന്ന സമയത്തുള്ള ഗ്രഹനില, അതിൽ പിന്നെ ഒരു മാറ്റവും ഇല്ല, ഒരു മാറ്റം വരുത്താനും പറ്റൂല. ഒരു ശകലം മാറിപ്പോയാൽ ജ്യോത്സ്യർ പിടിക്കും. ലഗ്നം തെറ്റിപ്പോയി, അല്ലെങ്കിൽ ചന്ദ്രന്റെ നവാംശകം തെറ്റി, ജനനനിഷ്ടം കുറച്ച് മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും. നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ട് മാത്രമേ എടുക്കുകയുള്ളൂ. ആ ടൈം വളരെ പ്രധാനമാണ്. ഒരു മിനിറ്റ് പോലും തെറ്റാതെയാണ് നമ്മൾ എടുക്കുന്നത്. പ്രശ്നത്തിന് അതല്ല, പൃഷ്ടാവ് അല്ലെങ്കിൽ പൃശ്ചകൻ അല്ലെങ്കിൽ നമ്മുടെ വരുന്ന കക്ഷി എപ്പോഴാണ് വരുന്നു ആ സമയത്തുള്ള ഗ്രഹനില. അതിനൊരു സ്റ്റെബിലിറ്റി ഇല്ല. ഇന്ന് 10 മണിക്കാണ് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് 10 മണിക്കുള്ള ഗ്രഹനില, നാളെ 10 മണിക്കാണ് വരുന്നെങ്കിൽ നാളെ 10 മണിക്കുള്ള ഗ്രഹനില, എന്ന് വരുന്നുവോ അന്നുള്ള ഗ്രഹനില. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ജാതകം പെർമനന്റ് ബോഡിയാണ്, മരിക്കുന്നത് വരെ ആ ജാതകത്തിൽ ആ ഗ്രഹനിലയ്ക്ക് ഒരു മാറ്റവുമില്ല, അത് ജനിച്ച സമയത്തുള്ള ഗ്രഹനില. പ്രശ്നം അതല്ല, എന്ന് പ്രശ്നം വയ്ക്കുന്നോ ആ സമയത്തുള്ളതാണ്. അതാണ് രണ്ടിനും തമ്മിലുള്ള വ്യത്യാസം. ഇത് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് പ്രശ്നത്തിന് വളരെ കാലയളവൊന്നും പറയേണ്ട. അഷ്ടമംഗല പ്രശ്നമൊക്കെയാൽ നമ്മളെ ഗുരുക്കന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത് അങ്ങനെയാണ്. അഷ്ടമംഗല പ്രശ്നമായാൽ 2 വർഷം 3 വർഷത്തെ കാലാവധിയൊക്കെ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. സാമാന്യ പ്രശ്നമായാൽ 1 വർഷം 1.5 വർഷമൊക്കെ പറയാമായിരിക്കാം, അത്രയല്ല. പക്ഷെ വളരെ പ്രശ്നത്തിൽ വളരെ അടുപ്പിച്ച് കിട്ടും. അപ്പോഴേ ഇനി ആദ്യം പറഞ്ഞതിന്റെ ബാക്കി വിട്ടതിനെ പറയാം. ജാതകഫലം നന്നായിരുന്ന് പ്രശ്നഫലം മോശമായിരുന്നാൽ, ജാതകഫലം മുൻജന്മ ഫലം എന്ന് പറഞ്ഞു, മുൻജന്മ കർമ്മങ്ങൾ നന്നായിരുന്നു, പ്രശ്നം എന്ന് പറയുന്നത് ജനിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളെ കൂടി അറിയാനാണ് പ്രശ്നം വയ്ക്കുന്നത്. ഇപ്പോൾ 40 വയസ്സായ ഒരാൾ പ്രശ്നം വച്ചു കഴിഞ്ഞാൽ ജനിച്ചിട്ട് 40 വർഷവും ചെയ്ത കർമ്മങ്ങളുടെ ഫലം കൂടി ഇതിനകത്ത് കിട്ടും എന്നാണ് സങ്കല്പം. ഇത് മോശമായിരുന്നു കഴിഞ്ഞാൽ ഈ ജന്മം ചെയ്ത കർമ്മങ്ങൾ അത്ര നല്ലതല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ജാതകം മോശമായി പ്രശ്നം നന്നായിരുന്നു കഴിഞ്ഞാൽ അർത്ഥം കഴിഞ്ഞ ജന്മഫലം മോശമായിരുന്നാലും ഈ ജന്മം സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തി എന്നാണ് അതിൻ്റെ അർത്ഥം. രണ്ടും ഒരുപോലെ വരും എന്നാണ് നമ്മുടെ സങ്കല്പം. പക്ഷെ രണ്ടും ഒരുപോലെ വരണമെന്നുള്ള നിർബന്ധമില്ല, ചില സമയങ്ങളിൽ മാറ്റം വരും. രണ്ടും ഒരുപോലെ വന്നാൽ കാര്യം ശരി തന്നെയാണ്. ഇതാണ് പ്രശ്നത്തിനും ജാതകത്തിനും തമ്മിലുള്ള വ്യത്യാസം. പ്രശ്നം വയ്ക്കുമ്പോൾ പിന്നെ വേറെ ഒരു കാര്യമുണ്ട്. നമ്മൾ പ്രശ്നമാർഗം എന്ന് പറയുന്ന ബുക്ക് വളരെ അംഗീകാരമുള്ള ബുക്കാണ്. അത് നമ്മൾ വെളിയിലൊക്കെ പഠിച്ച സമയത്ത് അറിയാം. പ്രശ്നമാർഗം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ട്, എല്ലാ ഭാഷയിലും ട്രാൻസ്ലേഷൻ ഉണ്ട്. വളരെ അംഗീകാരമുള്ള ഒരു ബുക്കാണ്, വളരെ ആലോചിച്ച് എഴുതിയ ബുക്കാണ്. ആ ബുക്കിന് ഒരു പ്രത്യേകതയുള്ളത്, ആ ബുക്ക് 1825 കമ്പൈൽ ചെയ്തതാണ്. അതിനു മുൻപ് പ്രാക്ടീസിലുണ്ടായിരുന്ന പല ഗ്രന്ഥങ്ങളിലെയും പ്രധാനപ്പെട്ട ഭാഗങ്ങളെ അടർത്തിയെടുത്തുകൊണ്ട് തയ്യാറാക്കിയ ഒരു ബുക്കാണ്. ആ ബുക്കിൽ തന്നെ പറയുന്നുണ്ട്, ഇത് കൃഷ്ണീയത്തിൽ നിന്നെടുത്തതാണ്, ഇത് സാരാവരിയിലുള്ളതാണ്, അല്ലെങ്കിൽ ഇത് കോരാശാസ്ത്രത്തിലുള്ളതാണ്, അല്ലെങ്കിൽ പരാശര കോരയിലുള്ളതാണ്, അല്ലെങ്കിൽ ഫലദീപികയിലുള്ളതാണ് എന്നൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. ഇന്ന ബുക്കിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് റെഫർ ചെയ്യാം, താല്പര്യമുള്ള ആൾക്കാർക്ക് റെഫർ ചെയ്യാം, ഇന്നടത്തിനെടുത്തിട്ടുണ്ടോ. അങ്ങനെ തയ്യാറാക്കിയിട്ടുള്ള ഒരു ബുക്കാണ്, വളരെ അംഗീകാരമുള്ള ബുക്കാണ്. ആ ബുക്കിനെ ബേസ് ചെയ്താണ് നമ്മൾ പഠിച്ചു പോരുന്നത്. അപ്പോൾ ഇനി ജാതകത്തിൽ നമ്മൾ എങ്ങനെയാണ് പാപചിന്ത നടത്തുന്നു, അതുപോലെ തന്നെയാണ് പ്രശ്നത്തിലും പാപചിന്ത നടത്തുന്നത്. 1-ാം ഭാവം കൊണ്ട് ദേഹസ്യ സൗഷ്ഠവം എന്ന് പറയുന്ന കാര്യങ്ങൾ, 2-ാം ഭാവം കൊണ്ട് കർത്തവ്യമഖിലം വിത്തം വാണി, 3-ാം ഭാവം കൊണ്ട് സഹോദര വീര്യ പരാക്രമം, 4 കൊണ്ട് മാതാ സുഹൃത് മാതുലപാഗ്നയോ, 5 മന്ത്രം മനസ്സ് സന്താനങ്ങൾ കാര്യങ്ങൾ, 6 ശത്രു ചോര കാര്യങ്ങൾ, 7 കളത്രസ്ഥാനം, 8 ആയുസ്.
ഇത്രയും കഴിഞ്ഞിട്ട് അപ്പോൾ 8ാം ഭാവത്തിനെ കൊണ്ട് മരണം വരെ കാര്യങ്ങളൊക്കെ 8ാം ഭാവം കൊണ്ട് കഴിഞ്ഞിട്ട് പിന്നെ 9ാം ഭാവം കൊണ്ട് ഭാഗ്യം, ദയ, പുണ്യം, തപസ്. അപ്പോൾ ഭാഗ്യം, ദയ, പുണ്യം, തപസ് തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് കഴിഞ്ഞിട്ട് കർമ്മത്തിനെ പറയുന്നു. അത് കഴിഞ്ഞിട്ട് കർമ്മത്തിൽ നിന്നുള്ള ലാഭത്തിനെ പറയുന്നു. അത് കർമ്മം മോശമാണെങ്കിൽ പിന്നെ അടുത്ത് നഷ്ടത്തിനെ പറയുന്നു. 12 ഭാവവും പറയുന്നു. ഇതുപോലെ തന്നെയാണ് പ്രശ്നത്തിലും ചിന്തിക്കുന്ന രീതി ഇത് തന്നെയാണ്. നമ്മൾ ഹോരാശാസ്ത്രത്തിൽ എങ്ങനെ ഫലം പറയുന്നു, ജാതകത്തിൽ എങ്ങനെ ഫലം പറയുന്നു, അതേ മെത്തേഡ് ആ ഗ്രന്ഥങ്ങൾ തന്നെ ഇവിടെയും ഉപയോഗിച്ച് പോരുന്ന പ്രശ്നത്തിന് ഒരു മാറ്റവുമില്ല. പിന്നെ ഒരു കാര്യം, പ്രശ്നമാർഗത്തിന്റെ 15ാമത്തെ അധ്യായത്തില് ദേവൈർവ പണി എന്ന് പറഞ്ഞിട്ട് ഒരു ശ്ലോകം 15 തുടക്കം ആദ്യത്തെ ശ്ലോകമാണ്. അതിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നത്തില് ആ അധ്യായത്തിൽ പറയുന്നത് പ്രധാനമായിട്ടും പറയുന്നത് അഷ്ടമംഗല പ്രശ്നത്തിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. നമ്മൾ സാധാരണയായിട്ട് ഒരിടത്ത് ഒരു ജ്യോത്സ്യരെ കണ്ട് ഒരു കാര്യം അറിയാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെയ്തു വരുന്നത് ഒറ്റ രാശി പ്രശ്നം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കവടി എടുത്ത് ഇങ്ങനെ കറക്കിയിട്ട് ഒരു രാശി എടുത്ത് ഫലം അങ്ങ് പറയുന്നു. ആ ഫലം പറയലിനെ കുറിച്ച് പ്രശ്നമാർഗത്തിൽ ഒരിടവും പരാമർശിക്കുന്നില്ല എന്നാണ് എൻ്റെ അറിവ്. പ്രശ്നമാർഗത്തിൽ പറയുന്നത് അഷ്ടമംഗല പ്രശ്നമാണ്. അതിനകത്ത് കൂടുതൽ പറയുന്നത്. ആ അഷ്ടമംഗല പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതലൊന്നും പറയാനുള്ള സമയം നമുക്കില്ല. അഷ്ടമംഗല പ്രശ്നത്തെ കുറിച്ചൊന്നും നമുക്ക് ക്ലാസ്സിലേ പറയാൻ പറ്റുള്ളൂ. ഒരു കുട്ടിയെ കൊണ്ട് നമ്മൾ പ്രശ്നം വെപ്പിക്കുന്ന എല്ലാവരും കണ്ടിരിക്കും, ഇതിനു മുമ്പ് തന്നെ പലരും കണ്ടിരിക്കും. അതിന് ഒരുപാട് നിയമവശങ്ങളുണ്ട്. പിന്നെ അപ്പോൾ ആ പ്രശ്നത്തിൽ വരുന്നത് ഒന്ന്, ഈശ്വരാനുഗ്രഹമാണ് ആദ്യം നോക്കുന്നത്. ദൈവ അനുഗ്രഹമുണ്ടോ? അത് കഴിഞ്ഞിട്ട് നമ്മുടെ പരദേവതയുടെ സ്ഥാനവും ഇഷ്ടദേവതയുടെ സ്ഥാനവും. അത് കഴിഞ്ഞിട്ട് നാഗർകോപം അല്ലെങ്കിൽ സർപ്പകോപം ഉണ്ടോ, അനുകൂലമുണ്ടോ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് വിവിധ ശാപങ്ങൾ, മാതൃശാപം, പിതൃശാപം, സഹോദര ശാപം, ബ്രാഹ്മണ ശാപം, ഗുരുശാപം തുടങ്ങിയ ശാപങ്ങൾ. അത് കഴിഞ്ഞിട്ട് വരുന്നത് പ്രേതകോപങ്ങൾ, പല രീതിയിലുള്ള പ്രേതകോപങ്ങൾ. പിന്നെ വരുന്നത് എന്തെന്ന് ചോദിച്ചാൽ കൈവിഷദോഷം, ദൃഷ്ടിദോഷം, ആഭിചാരദോഷം, ഇങ്ങനെയൊക്കെ പല ദോഷങ്ങൾ. ഇനി ഇതിലൊന്നും പറയാത്ത പല കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ വച്ചിട്ട് ഈ വക കാര്യങ്ങളൊന്നും ഒരു ജാതകത്തിൽ അല്ലെങ്കിൽ ഹോരാശാസ്ത്രത്തിലൊന്നും പറയുന്നില്ല. ഇത് പ്രശ്നമാർഗത്തിലാണ് വരുന്നത്. ഈ വക കാര്യങ്ങളാണ് നമ്മൾ സാധാരണയായിട്ട് ഒരു പ്രശ്നത്തിൽ പറയുന്നത്. അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നു? ഇനിയും വേറെ ഒരുപാട് കാര്യങ്ങൾ, പുതിയ പുതിയ ടേംസ് കുറച്ചുകൂടി വരും. ബാധാസ്ഥാനം, ശത്രുസ്ഥാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് എങ്ങനെയാണ് നമുക്ക് ഈ വക കാര്യം അറിഞ്ഞാൽ മാത്രമേ പരദേവതാ കോപം കണ്ടുപിടിക്കുന്നത് എങ്ങനെ, കൈവിഷദോഷം കണ്ടുപിടിക്കുന്നത്, വാഗ്ദോഷം കണ്ടുപിടിക്കുന്നത് എങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം നമ്മൾ കണ്ടുപിടിച്ച് വരുന്നതാണ് പ്രശ്നത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് വളരെ കൃത്യമായിരിക്കുകയും ചെയ്യും. അങ്ങനെ അത് വരണമെങ്കിൽ നമുക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് ഒരാള് ഒരു പ്രശ്നം വയ്ക്കാൻ വരുന്നു, അല്ലെങ്കിൽ ഒരു രോഗപ്രശ്നം വയ്ക്കാൻ വരുന്നു. പെട്ടെന്ന് നമുക്ക് തന്നെ അറിയാം, ഒരാൾക്ക് രോഗം വന്ന ഉടൻ തന്നെ ജ്യോത്സ്യരെ കാണാൻ വരുന്നത് വളരെ അപൂർവമാണ്. അങ്ങനെ ആരും വരില്ല. അവർ മരുന്ന് കഴിച്ച്, അതും ആദ്യം അലോപ്പതി കഴിച്ച്, പിന്നെ ചിലപ്പോൾ ആയുർവേദത്തിലോട്ട് പോയി, അല്ലെങ്കിൽ ഹോമിയോയിലോട്ട് പോയി, പ്രകൃതി ചികിത്സയിലോട്ട് പോയി, അങ്ങനെയൊക്കെ വന്നതിന് ശേഷം അതൊന്നിലും സുഖമില്ല എന്ന് കണ്ടാൽ മാത്രമേ ജ്യോത്സ്യരെ കാണാൻ വരുള്ളൂ. അപ്പോൾ ജ്യോത്സ്യരെ കാണാൻ വരുന്നതിന് മുൻപ് അവര് നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെ ഒരു വീട്ടിൽ തീർച്ചയായിട്ടും കുടുംബത്തിലൊക്കെ ആലോചിച്ച്, അവരുടെ ഭാര്യയുമായിട്ടോ അല്ലെങ്കിൽ അമ്മയുമായിട്ടോ അച്ഛനുമായിട്ടോ മക്കളുമായിട്ടോ ഒന്ന് ആലോചിച്ച് ഏത് ജ്യോത്സ്യരെ കാണാം, ആര് കൊള്ളാമെന്നൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് വരും. നോക്കിയിട്ടായിരിക്കും. പഴയ കാലത്താണെങ്കിൽ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജ്യോത്സ്യരെ കാണാൻ വേണ്ടി വീട്ടിൽ വരുമ്പോൾ ജ്യോത്സ്യരെ പ്രധാനമായിട്ട് ഒരു മുറിയിലോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വീട്ടിന്റെ പുറത്തോ ഒരു പന്തലൊക്കെ ഇട്ട് അങ്ങനെ വളരെ ആചാരപ്രകാരം ഇരിക്കും എന്നാണ് പറയുന്നത്. ചുറ്റും 12 കസേരയൊക്കെ ഇട്ട് എവിടെയാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ നോക്കും. ഇന്നത്തെ കാലത്ത് അങ്ങനെ ചെയ്യാറില്ല. ടെലഫോൺ എടുത്ത് വെച്ച് പെട്ടെന്നൊന്ന് ഒരു വിളി വിളിക്കും.
ജ്യോത്സ്യരല്ലേ, എനിക്കൊന്ന് കാണണമല്ലോ, ഒരു പ്രശ്നം വെക്കണം, അല്ലെങ്കിൽ എനിക്ക് ജാതകം നോക്കണം. നമ്മുടെ നാട്ടിലൊക്കെ ജാതകം നോക്കണം എന്നേ പറയുള്ളൂ, പ്രശ്നം വെക്കണമെന്നൊന്നും സാധാ പറയാറില്ല എന്ന് പറയും. അങ്ങനെ പറയുകയാണെങ്കിൽ അവരുടെ ദേവനെയും ഇഷ്ടദേവനെയും അല്ലെങ്കിൽ പരദേവതയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ച് ആ കാര്യങ്ങൾ ആലോചിച്ചിട്ട് വിളിക്കുന്ന സമയത്തിന് വളരെ പ്രാധാന്യമുണ്ട്. പഴയ കാലത്താണെങ്കിൽ മീഡിയയുടെ കടന്നുകയറ്റമില്ല, നേരിട്ട് കാണാനേ വഴിയുള്ളൂ. ആ കാണുന്ന സമയത്തിന് സമയം എന്ന് പറയുന്നത് അതാണ്. ഇന്നത്തെ കാലത്ത് വാർത്താ മാധ്യമങ്ങളുടെ കടന്നുകയറ്റം ഉള്ളത് കൊണ്ട് അവർ വിളിച്ചിട്ട് വരുന്നു. ആ സമയം നമ്മൾ വച്ചിട്ട് ആ സമയത്തുള്ള ഗ്രഹനിലയും ലഗ്നവും വച്ചു കഴിഞ്ഞാൽ അവർ എന്തിനു വിളിക്കുന്നു, അവരുടെ പ്രശ്നം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇത് നമ്മൾ ദേവപ്രശ്നത്തിൽ വരെ അവതരിപ്പിക്കുന്നതാണ്. നമ്മുടെ ഗുരു ഉപദേശമാണ്, കൃത്യമായിട്ട് കിട്ടും. അത് തെളിയിച്ചു തരാം, നമ്മുടെ ഈ പ്രശ്നത്തിൽ തെളിയിച്ചു തരാം വ്യക്തമായിട്ട്. എന്നിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അഷ്ടമംഗല പ്രശ്നം വയ്ക്കുകയോ അല്ലെങ്കിൽ കബഡി പ്രശ്നം വയ്ക്കുകയോ സ്വർണ്ണ പ്രശ്നം വയ്ക്കുകയോ എന്ത് വേണോ ചെയ്യാം. ആ സമയത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ആ പ്രശ്നത്തിന് പ്രാധാന്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വച്ചിട്ട് നമ്മുടെ ഉദ്ദേശം എന്താണ്, അവർ എന്തിനു വന്നു എന്നുള്ളതെല്ലാം അറിയാം. അപ്പോൾ സാധാരണയായിട്ട് പ്രശ്നത്തിൽ വയ്ക്കുമ്പോൾ 6 ആരൂഢങ്ങളെ കുറിച്ച് പറയാറുണ്ട്. അത് 8ാമത്തെ അധ്യായത്തിൽ വരും പ്രശ്നമാർഗത്തിന്റെ. ആരൂഢോദയ ലഗ്നാംശ ഛത്ര രാശി, ആരൂഢോദയ ലഗ്നാംശ ഛത്രരാശി സ്പഷ്ടാംഗരാശി ചന്ദ്രാധിഷ്ഠിത രാശി എന്ന് പറഞ്ഞിട്ട് 6 രാശി. അതായത് ആരൂഢ രാശി, ആരൂഢം വെച്ചാൽ സ്വർണം വയ്ക്കുന്ന രാശി. ഉദയ ലഗ്നം, ആ സമയത്ത് ഉദിക്കുന്ന ലഗ്നം, ലഗ്നത്തിന്റെ നവാംശക രാശി. ഛത്രരാശി, ഛത്രരാശി വെച്ചാൽ സൂര്യന്റെയും സ്ഥിതി കൊണ്ട് പറയുന്നതാണ്. സൂര്യന്റെ സ്ഥിതി കൊണ്ടാണ് ഛത്രരാശി പറയുന്നത്. അതൊക്കെ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് സ്പഷ്ടാംഗരാശി, കുട്ടി സ്വർണം വച്ചിട്ട് അല്ലെങ്കിൽ സ്വർണം വയ്ക്കുന്ന സമയത്ത് സ്വർണം വച്ചിട്ട് പോകുമ്പോൾ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് തൊട്ടു ആ തൊടുന്ന രാശി, അത് ഒരു രാശിയെ സൂചിപ്പിക്കും രാശി. പിന്നെ ചന്ദ്രാധിഷ്ഠിത രാശി, ചന്ദ്രൻ നിൽക്കുന്ന രാശി. ഇങ്ങനെ 6 രാശിയും കൂടി കണക്കിലെടുക്കണം. ഈ 6 രാശിയെ ആരൂഢമാക്കിക്കൊണ്ട് ഫലം പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റും, തോന്നും പോലെയൊക്കെ പറയേണ്ടി വരും. അങ്ങനെയല്ല, പ്രധാനം ആരൂഢ രാശിയും ലഗ്ന രാശിയാണ് പ്രധാനം. ബാക്കി സംശയങ്ങൾ വരുന്നതിന് ബാക്കി ആരൂഢങ്ങളെ കൂടി ഉപയോഗിച്ച് സംശയത്തിനെ തീർക്കണം. പിന്നെ അത് കഴിഞ്ഞ് താമ്പൂലാരൂഢം, താമ്പൂലം വളരെ പ്രധാനമാണ്. താമ്പൂലാഗ്രേ നിവസതിരമ മധ്യതോ വാഗദീശ അന്യതോ ഭൂ പൃഷ്ടേ ജ്യേഷ്ഠ കിമിരി സുധാ വാമഭാഗെ അന്തർവിഷ്ണു ബഹിരുപതി എന്ന് പ്രധാനപ്പെട്ടതാണ് താമ്പൂലാരൂഢം. പിന്നെ വേറെ കുറെ കാര്യങ്ങളൊക്കെ അഷ്ടമംഗല പ്രശ്നത്തിൽ വരുന്നതാണ്. ബാധാസ്ഥാനം, സാധാ പ്രശ്നത്തിൽ ബാധാസ്ഥാനം, ത്രിസ്ഫുടം, ചതുഷ്പുടം, പ്രാണസ്ഫുടം, ദേഹസ്ഫുടം, മൃത്യുസ്ഫുടം, ഇങ്ങനെ പറഞ്ഞ് കുറെ സ്ഫുടം വരും. പഞ്ചമഹാസൂത്രങ്ങളുമുണ്ട്. പിന്നെ അഷ്ടമംഗല സംഖ്യ, നിമിത്തങ്ങൾ, ഇതെല്ലാം കൂടി കണക്കിലെടുത്ത്, അതാണ് അഷ്ടമംഗല പ്രശ്നത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരും. അഷ്ടമംഗല പ്രശ്നം ഒരാളെ അവതരിപ്പിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അയാൾ നല്ല ജ്യോത്സ്യരായി എന്നർത്ഥം. എല്ലാ കാര്യവും വരും. നിമിത്തം, ആദ്യം വരുന്നത് നിമിത്തങ്ങളാണ്. നിമിത്തം കഴിഞ്ഞിട്ട് സമയ വിശേഷങ്ങള്, സ്വർണാരൂഢം, താമ്പൂലാരൂഢം, ത്രിസ്ഫുടം, ചതുഷ്പുടം, പ്രാണസ്ഫുടം, ദേഹസ്ഫുടം തുടങ്ങിയ സ്ഫുടങ്ങള്, പഞ്ചമഹാസൂത്രങ്ങളെല്ലാം വളരെ കൃത്യമായ സംഖ്യ. നിലവിളക്ക്, വിളക്ക് വളരെ പ്രധാനമാണ്. നിലവിളക്കിന്റെ ലക്ഷണങ്ങള്, പിന്നെ രാശിചക്രം വെച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ, ഇതെല്ലാം കൂടി കൂട്ടി ഇണക്കിക്കൊണ്ട് ഫലം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്ത് വരുന്ന ഒരു സംശയം മറ്റൊരിടത്ത് നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. വരുന്ന ഒരു ശാസ്ത്രമാണ് പ്രശ്നശാസ്ത്രം, പ്രശ്നം എന്ന് പറയുന്നത്. ഇനി അടുത്ത ദേവപ്രശ്നം എന്ന് പറയുന്നത് കുറച്ചുകൂടെ വിപുലമാണ്. ദേവപ്രശ്നവും കുടുംബ പ്രശ്നവും എല്ലാം ഒരുപോലെ തന്നെയാണ്, വേറെ വ്യത്യാസമില്ല. പക്ഷെ അതിൽ പാവങ്ങളെ കുറിച്ച് പറയുന്നത് വ്യത്യാസം വരും. നമ്മൾ ലഗ്നം 1, 5 കെട്ടുകൊണ്ട് ദേവ സാന്നിധ്യത്തിന് പറയും, 5 കൊണ്ട് മന്ത്രം പറയും, 1 കൊണ്ട് ദേവന്റെ ചൈതന്യവും കാര്യവും പറയും, 5 കൊണ്ട് മന്ത്രം പറയും, 4 കൊണ്ട് നമ്മൾ ഇവിടെ പറയുന്നത് ക്ഷേത്രപ്രദേശമകലം ഭൂമി ക്ഷേത്രത്തിന്റെ കെട്ടിടങ്ങളും സമുച്ചയങ്ങളും പറയും, 6 കൊണ്ട് ശത്രുഭാവം പറയും, 7 കൊണ്ട് ജനപദത്തിന് പറയും, 10 കൊണ്ട് ഉത്സവം പറയും, പൂജിക്കുന്ന പോറ്റിയെ പറയും, 12 കൊണ്ട് തന്ത്രിയെ പറയും, 11 കൊണ്ട് ലാഭത്തിനെ പറയും, 9 കൊണ്ട് ക്ഷേത്രേശന്മാരെ പറയും. ഇങ്ങനെയൊക്കെ വരുന്നു. ആ ചിന്ത കൂടി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെ തന്നെ. ബാക്കിയെല്ലാം നമ്മൾ ഹോരാശാസ്ത്രവും പ്രശ്നമാർഗവും
ഉപയോഗിച്ച് തന്നെയാണ് രണ്ടും പറയുന്നത്. അതിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്ന ക്ലാസ്, എന്നെ സംബന്ധിച്ച് വരുന്ന ക്ലാസ് എന്ന് പറയുന്നത് പ്രശ്നത്തിൻ്റെ, അതായത് പ്രശ്ന വിശകലനവും ജാതക വിശകലനവും. പ്രശ്ന വിശകലനം എന്ന് പറയുന്നത് നമ്മൾ പ്രശ്നം വയ്ക്കാൻ വേണ്ടി കുറേ നിയമങ്ങളും കാര്യങ്ങളും പറയുന്നുണ്ട്. അതുപോലെ ഹോരാശാസ്ത്രത്തിലും മറ്റു ബുക്കുകളിലും കുറേ നിയമങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരു പ്രശ്നം അവതരിപ്പിക്കുമ്പോൾ, പ്രാക്ടിക്കൽ സൈഡിൽ വരുമ്പോൾ, ജ്യോത്സ്യരുടെ ഈശ്വരാനുഗ്രഹവും കഴിവും സാമർഥ്യവും അപ്പോഴുണ്ടാകുന്ന നമ്മൾക്ക് കിട്ടുന്ന ഒരു ദൈവീകമായിട്ടുള്ള ഒരു സിദ്ധിയും എല്ലാം കൂടി ചേർത്ത് അവതരിപ്പിക്കുന്ന രീതിയാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് വെറും ശ്ലോകം മാത്രമല്ല. ഇപ്പോൾ അർക്കശംഭുരു, സൂര്യനെ കൊണ്ട് ശിവനെ ചിന്തിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ സൂര്യൻ ദ്വന്ദ്ഭേദ്രേഖാണേ പ്രഥമ ഉഭയരാശിയിൽ ഒന്നാം ദ്രേഖാണത്തിൽ നിന്നാൽ സുബ്രഹ്മണ്യനെയും രണ്ടാം ദ്രേഖാണത്തിൽ നിന്നാൽ ഗണപതിയും പറയാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ പ്രശ്നം വയ്ക്കുമ്പോൾ രണ്ടാം ദ്രേഖാണത്തിലാണ്, ഉഭയരാശിയിലെ രണ്ടാം ദ്രേഖാണത്തിലാണ് സൂര്യൻ നിൽക്കും. അവിടെ പ്രധാന പ്രതിഷ്ഠ ശിവനായിരിക്കും, അവിടെ ഗണപതി ആയിരിക്കില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് നമ്മുടെ ഒരു ശക്തി കൊണ്ട്, നമ്മുടെ ഒരു കഴിവും സാമർഥ്യവും കൊണ്ട് പ്രശ്നം ചിന്തിച്ച് പറയണമെന്നാണ്. പ്രശ്നം എങ്ങനെ പറയണമെന്ന് ചോദിച്ചാൽ ചിന്തിച്ച് പറയണം. വെറും ശ്ലോകം മാത്രമല്ല, വേറെ പ്രാക്ടിക്കൽ സൈഡ് വളരെ കാര്യങ്ങൾ കൂടി ചിന്തിച്ചാണ് പറയേണ്ടത്. അതിലേക്കാണ് നമ്മൾ പ്രശ്ന വിശകലനം ക്ലാസ് ഇടുന്നത്. പ്രശ്ന വിശകലനം ക്ലാസ്സിൽ എങ്ങനെ പ്രശ്നം അവതരിപ്പിക്കാം, നമ്മൾ ഒരാൾ വിളിക്കുന്ന സമയത്തിന് വെച്ചിട്ട് ആരൂഢം തയ്യാറാക്കുന്നത് എങ്ങനെ, സ്വർണ്ണാരൂഢം തയ്യാറാക്കുന്നത് എങ്ങനെ, താമ്പൂലം ഉപയോഗിക്കുന്നത് എങ്ങനെ, ഇതെല്ലാം പ്രാക്ടിക്കൽ സൈഡ് പറയുകയും അതിൻ്റെ പരിഹാരം പറയുകയും ചെയ്യും. അതുപോലെ ജാതക വിശകലനം എന്ന് പറയുന്നത്, നിങ്ങൾ 12 ഭാവവും പഠിച്ചു, ഹോരാശാസ്ത്രവും പഠിച്ചു, ഇതിനെ എങ്ങനെ ഉപയോഗിച്ച് പറയണം. ഇത് രണ്ടും പഠിച്ചാൽ മാത്രമേ നമ്മൾ നല്ലൊരു ജ്യോത്സ്യരാകാൻ പറ്റുള്ളൂ. അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ബാച്ചുകൾ കഴിഞ്ഞവരോടത്തൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ അറിയാം. വളരെ ഭംഗിയായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയേ പോവുകയുള്ളൂ. ആ കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത് സംസാരിക്കാൻ ആൾക്കാരുണ്ട്, അവർക്ക് സമയം കൊടുക്കണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടിസ്ഥാന ജ്യോതിഷവും സാർ, അതുപോലെ തന്നെ ലാൽ സാർ. ശംഖ് ജ്യോതിഷവും പഠിപ്പിക്കുന്നത് പ്രസന്നകുമാർ സാറാണ്. സാർ നിങ്ങളോട് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഈ ഭാരതീയ വാസ്തു ജ്യോതിഷ പഠനശാലയിൽ ജ്യോതിഷം പഠിക്കാനെത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇത് ലാൽ സാറ് പറഞ്ഞതുപോലെ ഏകദേശം 2000-ന് മുകളിൽ ആൾക്കാർ നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും കഴിഞ്ഞ 8-9 വർഷങ്ങളായിട്ട് ജ്യോതിഷവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു ശാസ്ത്രങ്ങളും ഗൂഢശാസ്ത്രങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ മോഹന സാറിനെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹത്തിന് ഈ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും ശിഷ്യന്മാരാണ്. അപ്പോൾ നമ്മളെ സ്ഥാപനത്തിൽ ലാൽ സാറ് പറയാത്ത ഒരു കാര്യം കൂടി പറയട്ടെ. അത് നമുക്ക് ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ അഫിലിയേഷനോട് കൂടിയ സർട്ടിഫിക്കറ്റും അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വിശദമായിട്ട് ലാൽ സാർ പറയും. സാറ് വിട്ടുപോയതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരാള് ഒരു ഗൂഢശാസ്ത്രം, ജ്യോതിഷം എന്ന് പറയുന്നത് ഗൂഢശാസ്ത്രമാണ്. അപ്പോൾ ഒരു വ്യക്തി ഒരു ഗൂഢശാസ്ത്രം പഠിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അയാളുടെ ജീവിതത്തിലെ ആത്മീയ ജീവിതത്തിലേക്കുള്ള ഒരു വഴിത്തിരിവ് കൂടിയാണ്. അത് നമുക്ക് ഇപ്പോൾ ഒരു ജ്യോതിഷനെ സംബന്ധിച്ച് ഒരു പൊതുവേദിയിൽ ചെന്നാലുള്ള ഒരു സ്വീകാര്യത അല്ലെങ്കിൽ ഒരു ബഹുമാനം, ഇനി നിങ്ങൾ ജ്യോതിഷം പഠിക്കുന്നുവെന്നോ അല്ലെങ്കിൽ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു ബഹുമതി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സ്ഥാനമാനം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്ര ഉന്നത വിദ്യാഭ്യാസമുള്ള ആളായാലും ശരി, അല്ലെങ്കിൽ വലിയ ഉന്നത നിലയിലിരിക്കുന്ന ആളായാലും ശരി, അത് കിട്ടണമെന്നില്ല. അതേസമയം ഒരു ജ്യോതിഷനെ സംബന്ധിച്ച് നമ്മളൊരു പൊതുവേദിയിൽ ചെല്ലുമ്പോൾ നമുക്കൊരു സ്ഥാനം അല്ലെങ്കിൽ ഒരു ഇരിപ്പിടം കിട്ടും. അത് ഈ ഒരു ശാസ്ത്രം അല്ലെങ്കിൽ ഈ ഗൂഢശാസ്ത്രങ്ങളുടെ ഒരു പ്രത്യേകതയാണ്.
അപ്പൊ നിങ്ങൾ ഇതിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ഏതോ ബന്ധത്തിന്റെ പേരിൽ ഈ ശാസ്ത്രം പഠിക്കണമെന്ന് തോന്നുകയും അതിന് കാലമെല്ലാം ഒത്തുവന്നപ്പോൾ കാലചക്രം നിങ്ങളെ നമ്മളെ സ്ഥാപനത്തിൽ കൊണ്ട് എത്തിച്ചു എന്ന് വേണം പറയാൻ. അപ്പോൾ ഒരിക്കൽ നമ്മൾ ഈ ഒരു ഗൂഢശാസ്ത്രം പഠനം ആരംഭിച്ചു കഴിഞ്ഞാൽ ആദ്യം കുറച്ച് പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. എപ്പോഴും ഒഴുക്കിനെതിരെ നീന്തുന്നവനെയാണ് ഭഗവാൻ നോക്കുന്നത്, നോട്ട് ചെയ്ത്. അപ്പൊ ആ ഒഴുക്കിനെതിരെ നീന്തുന്നത് ആര്, അയാളെ നോട്ട് ചെയ്യും. അപ്പോൾ ആദ്യം കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾക്ക് ഇത് പഠിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, നമ്മളെ ഒന്ന് പരീക്ഷിച്ചു നോക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളാരും വിട്ടു പോകരുത്. ആദ്യം അല്പം പ്രയാസങ്ങളൊക്കെ തോന്നും, കാര്യം ഇതുവരെ കേൾക്കാത്ത ഒരു സബ്ജക്റ്റാണ്. അപ്പൊ അതിലെ കുറെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ കുറെ നേരത്തെ സാറ് പറഞ്ഞ പോലെ ബാധാരാശി, ബാധ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഭയപ്പാടൊക്കെ ഉണ്ടാവും. അത് ആ വിഷയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അതിന്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. അപ്പം ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണ്. അപ്പോൾ ഈ ജ്യോതിഷം ഒരു ശാസ്ത്രം എന്ന് പറയാനുള്ള കാരണം, അത് ശാസ്ത്ര വിഷയങ്ങളാണ് സാധാരണ യൂണിവേഴ്സിറ്റികളിൽ ഐച്ഛിക വിഷയമായി പഠിപ്പിക്കാറുള്ളത്. അപ്പോൾ നമ്മളുടെ കേരളത്തിൽ തന്നെ പല യൂണിവേഴ്സിറ്റികളിലും അല്ലെങ്കിൽ പല കോളേജുകളിലും ജ്യോതിഷം ഐച്ഛിക വിഷയമായിട്ട് പഠിപ്പിക്കും. അതേപോലെ കേരളത്തിന് പുറത്ത് ഇന്ത്യക്കകത്തുള്ള പല കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ജ്യോതിഷം, പല വിധത്തിലുള്ള ജ്യോതിഷം അവിടെ ഐച്ഛിക വിഷയമായിട്ട് പഠിപ്പിക്കും. അപ്പോൾ ഇതിന്റെ വിമർശനങ്ങൾ വരുമ്പോൾ ജ്യോതിഷം വെള്ളമാണും അല്ലെങ്കിൽ വയറ്റിപ്പഴപ്പാണെന്നൊക്കെ ആൾക്കാർ പറയും, നിരൂപകരൊക്കെ പറയും. അത് അവർ ജ്യോതിഷത്തിന് എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അതിൽ അവർ ഏറ്റവും പറയുന്ന ഒരു ഉപാധി അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു കാര്യം, സൂര്യൻ ഒരു നക്ഷത്രമാണ്, രാഹുകേതുക്കൾ 2 കാൽക്കുലേറ്റഡ് പോയിന്റുകളാണ്, ചന്ദ്രൻ ഒരു ഉപഗ്രഹമാണ്. പിന്നെ നിങ്ങൾ എങ്ങനെ എല്ലാത്തിനെയും കൂടി ചേർത്ത് ഗ്രഹം എന്ന് പറയും? അത് തെറ്റല്ലേ? സാമാന്യ യുക്തിക്ക് അത് തെറ്റാണ്. പക്ഷേ ആചാര്യൻ പറഞ്ഞത് ഗ്രഹം എന്ന സംസ്കൃത പദത്തിന്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളെ സ്വാധീനിക്കുക, അല്ലെങ്കിൽ ഗ്രഹിക്കുക, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്ന മീനിങ്ങിലാണ്. അല്ല പ്ലാനറ്റ് എന്ന മീനിങ്ങിലല്ല അവിടെ ഗ്രഹം എന്ന് പറയും. അപ്പൊ ഇവിടെ ഇന്ന് സോഷ്യൽ മീഡിയയിലായിരുന്നാലും സിനിമയിലായിരുന്നാലും നാടകത്തിലോ അല്ലെങ്കിൽ സീരിയലുകളിലോ ഒക്കെ ആയിരുന്നാലും ശരി, ഏറ്റവും കൂടുതൽ വികലമാക്കി കാണിക്കുന്ന ഒരു മേഖലയാണ് ജ്യോതിഷ മേഖല. കാര്യം ആൾക്കാർ പറയുന്നത് ജ്യോതിഷ മേഖലയിൽ എല്ലാവരും തട്ടിപ്പാണെന്നാണ്. അങ്ങനെ ഒരു തട്ടിപ്പ് പ്രസ്ഥാനമാണെങ്കിൽ നമ്മൾ 10 വർഷം കൊണ്ട് ഈ മേഖലയിൽ നിൽക്കുന്നു. നമുക്ക് ഒരു 10,000-2000-ഓളം പഠിതാക്കൾ നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും വിവിധ കോഴ്സുകൾ പഠിച്ചു പുറത്തിറങ്ങുന്നു. അവരെല്ലാം ഇന്ന് നല്ല പ്രശസ്തരായ ജ്യോതിഷന്മാരാണ്. അവർക്ക് ഇഷ്ടംപോലെ വർക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കാതെ ഇതിനെ വിമർശിക്കുന്നവർക്ക് അവർക്കുള്ള മറുപടി നിങ്ങൾക്ക് നമുക്ക് ക്ലാസ്സുകളിൽ പറയാം. അപ്പോ ഈ ജ്യോതിഷം ചരിത്രം പറയുമ്പോൾ ബാബിലോണിയിലാണ് ആദ്യം ഉണ്ടായതെന്ന് പറയും. എന്നാൽ ബാബിലോണിയ നമ്മളെ ചരിത്രരേഖകൾ വരുന്നതിന് മുമ്പ് നമ്മൾ യുഗങ്ങളിൽ പറയുകയാണെങ്കിൽ ത്രേതായുഗത്തിൽ ശ്രീരാമനും ദ്വാപരയുഗത്തിലെ ശ്രീകൃഷ്ണനും ആണ് ജീവിച്ചിരുന്നത്. അപ്പോ ശ്രീരാമൻ ജനിച്ചത് 5 ഗ്രഹങ്ങൾ ഉച്ചത്തിലായതിന്റെ അന്ന് അച്യുതൻ അയോധ്യയിൽ ജനിച്ചു എന്നാണ് രാമായണത്തിൽ പറയുന്നത്. അപ്പോൾ ത്രേതായുഗം മുതൽ ജ്യോതിഷത്തിന് പ്രാധാന്യമുണ്ട്. അല്ലെങ്കിൽ അതിനു മുമ്പും ജ്യോതിഷത്തിന്റെ ഒരു വളർച്ച ഉണ്ടായിരിക്കണം. പിന്നീട് വന്നത് കൃഷ്ണന്റെ കാലയളവിലുള്ള ദ്വാപര യുഗത്തിലാണ്. അപ്പൊ ആ ദ്വാപര യുഗത്തിലാണ് നമ്മളെ മഹാഭാരത യുദ്ധം നടന്നത്. മഹാഭാരത യുദ്ധത്തിന്റെ മുഹൂർത്തം കുറിച്ചത് ഈ നകുല സഹദേവന്മാരിൽ സഹദേവനാണെന്ന് പറയും. അശ്വിനി ദേവന്മാരുടെ മക്കളാണ് ഈ നകുല സഹദേവന്മാർ. അതിൽ സഹദേവനാണ് ഈ മഹാഭാരത യുദ്ധത്തിന്റെ മുഹൂർത്തം കുറിച്ചതെന്ന് പറയും. അപ്പൊ അത്രത്തോളം പഴമ ജ്യോതിഷത്തിനുണ്ട്, യുഗങ്ങളായിട്ടുള്ള പഴമ നമ്മളുടെ ജ്യോതിഷത്തിനുണ്ട്. അതുകൊണ്ടായിരിക്കണം ആചാര്യൻ പറയുന്നത് ജ്യോതിഷം വേദത്തിന്റെ കണ്ണുകൾ എന്നാണ്. ഒരു വ്യക്തിയുടെ കണ്ണിന്റെ പ്രാധാന്യം നമുക്കറിയാം. കണ്ണ് ബാക്കി എല്ലാ ആരോഗ്യവും മറ്റ്
ശാരീരികത എല്ലാം ഉണ്ടെങ്കിലും ഒരു വ്യക്തിക്ക് കണ്ണില്ലെങ്കിൽ ആ വ്യക്തിയെ കൊണ്ടുള്ള ആ വ്യക്തിക്കുണ്ടാകുന്ന പ്രശ്നം അല്ലെങ്കിൽ മറ്റുള്ളവർക്കുള്ള പ്രശ്നം. അപ്പോൾ ജ്യോതിഷം എന്ന് പറയുമ്പോൾ വേദത്തിന്റെ കണ്ണുകളായിട്ടാണ് ആചാര്യൻ കൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ കൃഷ്ണീയം എഴുതിയ കൃഷ്ണാചാര്യൻ പറയുന്നു പറഞ്ഞാൽ സുമംഗ ഒരു സ്ത്രീയുടെ കഴുത്തിൽ കിടക്കുന്ന മാലയിലെ താലിക്ക് സമമാണ് ജ്യോതിഷം എന്നാണ്. എന്നിട്ടും ആചാര്യൻ പറയുന്നു ഈ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഒരു മഹാസമുദ്രമാണ്, അതിൽ ഞാൻ ഒരു പൊങ്ങുതടി പോലെ കിടക്കാം, അതിൽ ചവിട്ടി ഈ കാര്യത്തിലേക്ക് വരിക എന്നാണ്. അപ്പൊ ജ്യോതിഷം പഠിച്ചാൽ തീരാത്ത ഒരു വിഷയമാണ്. മോഹൻ സാറിന് ഏകദേശം 30 കൊല്ലം കൊണ്ട് ജ്യോതിഷ ഫീൽഡിലുള്ള ആളാണ്. എന്നിട്ടും അദ്ദേഹം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും 10-25 കൊല്ലം കൊണ്ട് ഈ ഫീൽഡിലാണ്, ഇപ്പോഴും പഠിക്കുകയും പഠിപ്പിച്ചും കൊണ്ടിരിക്കും. അത് ഇത് പഠിച്ചാൽ തീരാത്ത ഒരു വിഷയം. പല വിധത്തിലുള്ള ജ്യോതിഷങ്ങൾ അല്ലെങ്കിൽ ഫലപ്രവചന രീതികൾ. പിന്നെ ഈ പാശ്ചാത്യരുടെ ഇടയിലുള്ള അത് വേറൊരു രീതിയാണ്. അതേസമയം ഉത്തരേന്ത്യക്കാർ ഉപയോഗിക്കുന്നത് വേറൊരു രീതിയാണ്. അപ്പൊ എവിടെയായാലും ഈ കേരള ജ്യോതിഷത്തിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. കാര്യം നമ്മളെ ഈ സ്ഥാപനത്തിൽ തന്നെ മോഹന സാറ് പ്രശ്നവും ദേവപ്രശ്നവും തമിഴ് വശമുള്ളത് കൊണ്ട് സാറ് തമിഴിൽ പഠിപ്പിച്ചിട്ടുണ്ട്. കാര്യം നമ്മളുടെ പ്രശ്നം പഠിക്കാൻ അവർക്ക് താല്പര്യമാണ്. കാര്യം അതുമാത്രമല്ല, നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കേരള ജ്യോതിഷന്മാർക്കൊക്കെ വലിയ ഒരു, നേരത്തെ പറഞ്ഞത് ഒരു സ്ഥാനമാണ്. കാര്യം ഗുളികൻ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ മാത്രമാണ്. കേരളം വിട്ടു കഴിഞ്ഞാൽ ഈ ഇല്ല, അവർക്ക് ഭയമാണ്. ഈ ഗുളികനെ കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലെ ജ്യോതിഷന്മാരായതുകൊണ്ട് അവർക്ക് നമ്മളോട് ഒരു പ്രത്യേക മമതയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ശാസ്ത്രം പഠിക്കാൻ ആരംഭിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഒരു നന്ദി അറിയിക്കുന്നു. കാര്യം ഇന്നത്തെ ഈ സാഹചര്യത്തിൽ, അല്ലാതെ ഇന്നത്തെ ഈ പ്രത്യേക ഈ യുഗത്തിൽ, അതായത് ഇന്ന് സയൻസിന്റെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള യുഗത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ AI സിസ്റ്റത്തിൽ വന്ന ഇനി അവർ പറയുന്നത് കുറച്ചു കാലം കൂടെ കഴിയുമ്പോൾ ഇവിടെ മനുഷ്യരൊന്നും ഇല്ല എന്നാണ്. അപ്പോൾ നമുക്ക് പണ്ട് കാലത്താണ് ഈ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ നൂറ്റാണ്ട് പഞ്ചാംഗങ്ങളെല്ലാം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജ്യോതിഷനും കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സോഫ്റ്റ്വെയർ പരിചയപ്പെടുത്തുന്നുണ്ട്. കുറെ ക്ലാസ് കഴിയുമ്പോൾ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ആ സോഫ്റ്റ്വെയർ കമ്പനിയും നമ്മളെ സ്ഥാപനവും തമ്മിലുള്ള ടൈപ്പിൽ നിങ്ങൾക്ക് അത് വില കുറച്ച് കിട്ടുകയും ചെയ്യും. അപ്പം നമ്മൾ കാലത്തിനനുസരിച്ച് നമ്മൾ മാറണം. നമ്മൾ പഴയ പഞ്ചാംഗങ്ങൾ തൂക്കിയെടുത്ത് നടക്കേണ്ട കാര്യമില്ല. പണ്ട് കാലത്താണെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പഞ്ചാംഗം 1925 മുതൽ 2025 വരെയുള്ള നൂറ്റാണ്ട് പഞ്ചാംഗം. ഇന്ന് ഇതിന്റെ ആവശ്യമില്ല. നമ്മൾ കൊണ്ടു നടക്കുന്ന നമ്മുടെ മൊബൈലിൽ തന്നെ പല വിധത്തിലുള്ള ഈ ജ്യോതിഷ ആപ്ലിക്കേഷനുകൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതുപോലെ തന്നെ വാസ്തുശാസ്ത്രത്തിന്റെയും കാര്യങ്ങളെല്ലാം നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പൊ കാലത്തിനനുസരിച്ച് നമ്മൾ മാറണം. അപ്പം നിങ്ങൾ ഈ ജ്യോതിഷം എഴുതപ്പെട്ട സമയത്ത് അന്ന് നാൽക്കാലികൾക്ക് പ്രാധാന്യമായി. പക്ഷെ ഇന്ന് അതിനെ നമ്മൾ ഈ ആധുനിക യുഗത്തിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ നാൽക്കാലികൾ എന്നുള്ളത് വാഹനങ്ങളാണ്. പണ്ട് കാലത്ത് കൂടുതൽ കന്നുകാലി ഉള്ളവരും അല്ലെങ്കിൽ ധാരാളം മക്കളുള്ളവർക്ക് സമൂഹത്തിലൊരു സ്ഥാനമുണ്ടായി. അപ്പൊ ഇന്ന് ഈ നാൽക്കാലികൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുവാണ്, വെറും വാഹനങ്ങളുടെ ബാഹുല്യം. അതായത് 4 വീലറുകൾ, ഒരു വീട്ടിൽ തന്നെ ഇപ്പം 3 or 4 ഒക്കെ വാഹനങ്ങൾ കാണും. അച്ഛനൊന്നും അമ്മയ്ക്കൊന്നും മക്കൾക്കെല്ലാം ഓരോ ദൂരം കാണും. അതേപോലെ ഈ 6ാം ഭാവത്തെ പറ്റി പറയുമ്പോൾ ശത്രുവിന്റെ ആയുധമേറ്റിട്ടുള്ള മരണത്തെ പറ്റി പറയും. യഥാർത്ഥത്തിൽ ഇന്ന് നേരിട്ടുള്ള യുദ്ധം കുറവാണ്. എന്നെല്ലാം മുറിക്കകത്തിരുന്ന് ഭരണവൃത്തിയുള്ള യുദ്ധമാണ്. പണ്ട് കാലത്ത് ഇത് എഴുതപ്പെട്ട കാലത്താണെങ്കിലോ അത് പടയാളികൾ തമ്മിൽ നേരിട്ടുള്ള യുദ്ധമായി. ഇന്ന് നമുക്ക് അതിനെ അതായത് ആയുധമേറ്റിട്ടുള്ള മരണം എന്ന് പറയുമ്പോൾ മൂർച്ചയേറിയതോ അല്ലെങ്കിൽ കൂർത്തതോ ആയിട്ടുള്ള ആയുധമേറ്റിട്ടുള്ള മരണമാണ്. ഇന്ന് നമ്മൾ ഇന്നത്തെ ആധുനിക രീതിയിലേക്ക് കയറുമ്പോൾ നമുക്കത് ശസ്ത്രക്രിയയിലേക്ക് മാറ്റണം. അതാണ് ജ്യോതിഷൻ സാർ പറഞ്ഞു, യുക്തിപരമായിട്ട് ചിന്തിച്ച് പറയണമെന്ന് പറഞ്ഞു. നമ്മൾ ആ ശ്ലോകം അതേപോലെ പഠിച്ചിട്ട് അതേപോലെ അങ്ങ് പറയുകയല്ല, അതിൻ്റെ യുക്തികത, അതിൻ്റെ ഇന്റർപ്രിട്ടേഷൻ നമ്മൾ അറിയണം. അപ്പൊ നമുക്ക് ഈ ബേസിക് പഠിക്കുമ്പോൾ
അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതിലെ അടിസ്ഥാന തത്വങ്ങളുണ്ട്. അത് എത്ര രാത്രിയിലല്ല നല്ല ഉറക്കത്തിൽ കിടന്ന് നിങ്ങളെ വിളിച്ചുണർത്തി ചോദിച്ചാലും അത് പറയത്തക്ക വിധത്തിൽ നമ്മൾ ബൈഹാർട്ട് ചെയ്തിരിക്കണം. ഇപ്പൊ ഒരു നക്ഷത്രം പറഞ്ഞു, ഇപ്പൊ അശ്വതി നക്ഷത്രം, അപ്പോൾ നമ്മുടെ മനസ്സിൽ വരണം അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത് മേടൻ രാശിയിലാണ്, ഇപ്പം ചന്ദ്രൻ മേടത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ചിന്ത അപ്പോൾ തന്നെ വരണം. അങ്ങനെ ഈ ജ്യോതിഷത്തിന്റെ ഈ അനന്ത സാധ്യതകൾ ഇപ്പൊ നമ്മുടെ നാട്ടിലാണ് വളരെയധികം റിസർച്ചുകളൊന്നും ഇല്ലാത്തത്. തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ഈ നോർത്ത് ഇന്ത്യൻസിലൊക്കെ ഡോക്ടർ KM റാവു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിൽ ജ്യോതിഷത്തിന്റെ വിസിറ്റിംഗ് പ്രൊഫസറാണ്, ഇന്ത്യക്കാരനാണ്, ഡോക്ടർ KM റാവു. അപ്പൊ അവരൊക്കെ ഈ ജ്യോതിഷത്തിന്റെ പല വിഷയങ്ങളിൽ മോഹൻ സാറിന്റെ ഡോക്ടറേറ്റ് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ജ്യോതിഷത്തിൽ വിവാഹ പൊരുത്തത്തിന്റെ വിഷയത്തിലാണെന്ന് തോന്നുന്നു. അങ്ങനെ പല വിഷയങ്ങളിൽ റിസർച്ച് നടത്തുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ഈ ജ്യോതിഷം പഠിക്കാനെത്തിയതിന് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അപ്പോ ബാക്കി 1-2 കാര്യങ്ങളുണ്ട്. ലാൽ സാറ് പറയാൻ വിട്ടുപോയ 1-2 കാര്യങ്ങൾ നിങ്ങൾ ഇപ്പൊ അറിയിക്കും. അപ്പൊ അടുത്ത ക്ലാസിന്റെ ഷെഡ്യൂൾ എങ്ങനെയാണെന്ന് സാറ് നമുക്ക് ടൈം ടേബിൾ തരും. അപ്പൊ നമുക്ക് ക്ലാസ്സുകളിൽ അപ്പോൾ ഇവിടെ ഈ ജ്യോതിഷത്തിന്റെ ബേസിക് ക്ലാസ് അല്ലാതെ ഈ ശംഖ് ജ്യോതിഷം, അതായത് ഒരു 6 ക്ലാസ് കൊണ്ട് ഈ ദ്രാവിഡ മാന്ത്രികത്തിൽ വരുന്ന ഒരു സംഗതിയാണ് ഈ ശംഖ് ജ്യോതിഷം എന്ന് പറയുന്നത്. അത് നമുക്കൊരു 6 ക്ലാസ് 2 മണിക്കൂർ വീതമുള്ള ഒരു 6 ക്ലാസ് കൊണ്ട് നമുക്ക് അതിനെ പഠിച്ചെടുക്കാൻ പറ്റും. അപ്പം ജ്യോതിഷം പഠിക്കുന്ന ആളിന് ആദ്യം ഈ പാരമ്പര്യ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നത് ബുദ്ധിമുട്ടായി. പക്ഷേ ഈ ശംഖ് ജ്യോതിഷം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് അപ്പോൾ അതിൻ്റെ ഒരു രീതി വേറെയാണ്. പെട്ടെന്ന് വിഷയത്തിലേക്ക് കടക്കാനും പറ്റും, നല്ല ഫലപ്രദമായിട്ട് അവർക്ക് ഫലങ്ങൾ പറഞ്ഞു കൊടുക്കാനും അതിൻ്റെ പരിഹാരങ്ങൾ നിശ്ചയിക്കാനും പറ്റും. എപ്പോഴും അവരുടെ ഒരു വ്യക്തി വരുമ്പോൾ അവരുടെ പ്രശ്നങ്ങളെ കണ്ടെത്തി അതിന് പരിഹാരം നിശ്ചയിച്ച് കൊടുക്കുന്നിടത്താണ് ജ്യോതിഷന്റെ കഴിവ്. അപ്പൊ അതിന് നമ്മൾ ദേവതകൾ ആരെന്നറിയണം. ഓരോ ഗ്രഹത്തിനെയും പറഞ്ഞിരിക്കുന്നതിന്റെ ഓരോ ഗ്രഹത്തിനും പറഞ്ഞിട്ടുള്ള ദേവതകൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഭംഗിയായിട്ട് പഠിക്കും. ശംഖിന്റെ തുടക്കം എങ്ങനെയാണ്, ഈ ദ്രാവിഡ മാന്ത്രികത്തിന്റെ ഉത്ഭവം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കും. അതേപോലെ പിന്നെ എന്നുള്ളതാണ് പെൻഡുലം. ആ പെൻഡുല ശാസ്ത്രവും ഞാൻ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതും ഈ ഇതേപോലെ 6 ക്ലാസ്സുകൾ കൊണ്ട് നമുക്ക് നല്ലൊരു ഡൗസറായി മാറാൻ പറ്റും. പെൻഡുലം ഉപയോഗിക്കുന്ന ആളിനെ പറയുന്ന പേരാണ് പെൻഡുലം ഡൗസർ. വിദേശ രാജ്യങ്ങളിലെ, അതായത് നമ്മളുടെ ഫ്രാൻസ്, ജർമ്മനിയിലൊക്കെ ആണെങ്കിൽ അവരുടെ സൈന്യത്തിലും അതേപോലെ പോലീസിലൊക്കെ ഈ ഡൗസർമാരുണ്ട്, പെൻഡുലം ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, ഇത്ര വിദഗ്ധന്മാരാണ്. അതും ഒരു വലിയൊരു ശാസ്ത്രമാണ് പെൻഡുല ശാസ്ത്രം. സാറേ ഇനി ബാക്കി പറയുമല്ലോ സാർ. ഓക്കെ. പിന്നെ നമ്മളുടെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞത്, നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ സ്ഥാപനം ഒരു രജിസ്റ്റേർഡ് സ്ഥാപനമാണ്. സ്ഥാപനത്തിന്റെ ഒരു എക്സാം ഉണ്ടാവും. ഇത് എല്ലാ വിഭാഗത്തിനും എക്സാം ഉണ്ടാവും. അവസാനം എക്സാമിൽ എഴുതുന്നവർക്ക് നമ്മുടെ സ്ഥാപനത്തിൻ്റെതായ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ പിന്നെ സെൻട്രൽ ഗവൺമെന്റ് ഒരു അറ്റസ്റ്റേഷനോട് കൂടിയ ഒരു സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾക്ക് ലഭ്യമാണ്. അതിന് നമ്മൾ പ്രത്യേകം ഫീസ് അടയ്ക്കണം. ഫീസ് അടച്ചു കഴിഞ്ഞാൽ നാക്ടെക്കിന്റെ ഒരു അഫിലിയേഷൻ നമുക്കുണ്ട്. ആ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. അപ്പൊ അത് നിങ്ങൾക്ക് നല്ല വിദേശത്ത് വരെ ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച ആൾക്കാർ ജോലിക്ക് വരെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പൂജയ്ക്കൊക്കെ ആയിട്ട് പോകുന്നവർ ജ്യോതിഷം കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അത് ആവശ്യമുണ്ടെങ്കിൽ, അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അത് സർട്ടിഫിക്കറ്റ് എടുക്കാം. ഇനിയിപ്പോ നമ്മൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ അടുത്ത ക്ലാസ്സുകളെല്ലാം ഇപ്പൊ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ഓരോ വിഭാഗത്തിനും പ്രത്യേകം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. ഇപ്പൊ ശംഖ് ജ്യോതിഷത്തിന് താല്പര്യമുള്ളവർക്ക് അതിലേക്കുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ അടിസ്ഥാന ജ്യോതിഷത്തിന് ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. മറ്റ് പിന്നെ ദേവപ്രശ്നം, അതുപോലെ ഓരോ എല്ലാത്തിനും വ്യത്യസ്തമായ ഗ്രൂപ്പുകളിലേക്കുള്ള ലിങ്കുകൾ വരും. നിങ്ങൾ ഏത് വിഷയമാണ് പഠിക്കാൻ താല്പര്യപ്പെടുന്നത് ആ വിഷയത്തിന്റെ ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ സ്വയം ചേരുക. അങ്ങനെ 1-2 ക്ലാസ് നിങ്ങൾ എല്ലാ ക്ലാസ്സുകളിലും പങ്കെടുക്കുക. പങ്കെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഫീസൊക്കെ അടച്ചിട്ട് പിന്നീട് ക്ലാസ്സിൽ ഫീസ് അടച്ചാൽ മതിയാവും. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ തീരുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിന്റെ തീയതിയും കാര്യങ്ങളും എല്ലാം നമ്മൾ ആ ഗ്രൂപ്പിൽ തന്നെ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് അറ്റൻഡ് ചെയ്താൽ മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.
അപ്പൊ ആർക്കും സംശയമൊന്നും പറയട്ടെ. സാറേ നമസ്കാരം. സാറേ, ഇപ്പൊ നിങ്ങൾ ഈ പ്രശ്നം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൽ എന്തൊക്കെ സബ്ജക്റ്റുകൾ ഇതിൽ പറയാൻ പോകുന്നത്, അല്ലാതെ ഈ ശങ്കജ്യോതിഷം എന്ന് പറയുന്നത് എതെക്കുറിച്ച് പറയുന്നതാണ്, നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്? അല്ലെ, ശംഖുജ്യോതിഷം വേറെയാണ്. അതുപോലെ തന്നെ പ്രശ്നവും മുഹൂർത്തവും പ്രശ്ന വിശകലനവും ജാതക വിശകലനവും എന്നാണ് പറയുന്നത് ആ ക്ലാസ്സിന്റെ കാര്യം. കാരണം അത് പ്രശ്നങ്ങള് എക്സാമ്പിൾ ഇട്ട് സാറെ മേക്കൂടി ഓഫ് ചെയ്തത്. പ്രശ്നത്തിന്റെ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ സാറ് കൈകാര്യം ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ വർഷങ്ങളായിട്ട് സാറ് കൈകാര്യം ചെയ്തിരിക്കുന്നതാണ്. ആ എക്സാമ്പിളുകൾ ഇട്ടിട്ട് നമുക്ക് രോഗപ്രശ്നം ഉണ്ടാവും, ചിലർക്ക് തൊഴിൽ പ്രശ്നം ഉണ്ടാകും, കുടുംബ പ്രശ്നം ഉണ്ടാകും, പിന്നെ അതുപോലെ തന്നെ വിവാഹം തടസ്സം ഉണ്ടാകും, വസ്തു വിൽക്കാൻ പറ്റാതെ കിടക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ആയിട്ട് മനുഷ്യര് സാറിനെ സമീപിച്ചിട്ടുണ്ട്. അത് എങ്ങനെ പ്രശ്നം വെച്ച് അതിന്റെ പരിഹാരം എങ്ങനെ കണ്ടു, അത് അങ്ങനെയുള്ള കാര്യങ്ങളെ ഒരു എക്സാമ്പിൾ ഇട്ടുള്ള ഒരു വിശദീകരിക്കുന്ന ഒരു ക്ലാസ് ആണ്. അതുപോലെ തന്നെ ജാതകവും നമ്മൾ എങ്ങനെ ഒരു ജാതകം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ കൃത്യമായിട്ട് വിശകലനം ചെയ്യാമെന്നുള്ള ക്ലാസ് ആണ്. അതൊരു ഹയർ ലെവൽ ക്ലാസ് ആണ്. സാധാരണ ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ള ക്ലാസ് അല്ല. ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ള ക്ലാസ് ആണ് അടിസ്ഥാന ജ്യോതിഷം. അതിനകത്ത് നമ്മൾ ആദ്യത്തിൽ തൊട്ട് തുടങ്ങുകയാണ്. ഗ്രഹങ്ങളെ പറ്റിയും രാശികളെ പറ്റിയും പഠിപ്പിച്ച് ഓരോ രാശികളെ കൊണ്ട് ചിന്തിക്കേണ്ടത് എന്താണ്, ഓരോ ഗ്രഹങ്ങളെ കൊണ്ട് ചിന്തിക്കേണ്ടത് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് ഒരു ജാതകം നമുക്ക് അത്യാവശ്യം പിന്നെ ഒരു ഗ്രഹനില തയ്യാറാക്കുക, അല്ലെങ്കിൽ ഒരു തലക്കുറി തയ്യാറാക്കുക, അതുപോലെ തന്നെ ഒരു ഗ്രഹനില വെച്ചിട്ട് ഫലം പറയുക. ഇതൊക്കെയാണ് ഈ 7 മാസം അടിസ്ഥാന ക്ലാസ്സിനകത്ത് വരുന്നത്. ഒരു ശംഖുജ്യോതിഷം എന്ന് പറഞ്ഞാൽ അത് വ്യത്യസ്തമാണ്. അതിന്റെ കാര്യം സാറ് പറഞ്ഞതല്ലോ, അത് 5 ക്ലാസ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് നമ്മൾ വളരെ ലളിതമായ രീതിയിൽ നമുക്ക് ഫലം പറയുന്ന ഒരു രീതിയാണ്. അത് ജ്യോതിഷം ആയിട്ടുള്ള ബന്ധപ്പെട്ട് തന്നെയാണ്, എങ്കിലും അതിന് കുറച്ച് വ്യത്യസ്തമായ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട്. അതിനകത്ത് കുറച്ച് പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അതെല്ലാം കൂടി വെച്ചിട്ടാണ് ആ ക്ലാസ്സുകൾ വരുന്നത്. അതിന്റെ ഒരു ക്ലാസ് നിങ്ങൾ പങ്കെടുത്തതിന് ശേഷം ഫീസും കാര്യങ്ങളൊക്കെ അടച്ചാൽ മതി. എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ ട്രയലായിട്ട് നിങ്ങൾ എല്ലാവരും പങ്കെടുത്തിട്ട് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നത് മാത്രം ഫീസ് അടച്ച് മുന്നോട്ട് പോയാൽ മതിയാവും. നന്ദി, നമസ്കാരം. പക്ഷേ നിങ്ങൾ ഈ പ്രശ്നശാസ്ത്രത്തിൽ വരുമ്പോ നിങ്ങൾ ഈ മുഹൂർത്തത്തിനെ കുറിച്ചൊക്കെ പറയുമോ, അല്ലെങ്കിൽ മുഹൂർത്തം കുറിച്ച് പ്രത്യേക ക്ലാസ് എന്തെങ്കിലും? മുഹൂർത്തത്തിന്റെ ക്ലാസ് വേറെ ഉണ്ട്. അത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ നിങ്ങളുടെ ഈ ഗ്രൂപ്പിൽ തന്നെ അറിയിക്കും. പിന്നെ പ്രശ്നവും മുഹൂർത്തവും എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. എന്നുവെച്ചാൽ അത് മുഹൂർത്തവും പൊരുത്തവും വിവാഹ പൊരുത്തവും എന്ന് പറഞ്ഞിട്ട് ക്ലാസ് ഉണ്ട്. ഓരോന്നും വ്യത്യസ്തമായ ക്ലാസ്സുകളുണ്ട്. അത് ഓരോ സമയത്തായിട്ടാണ് തുടങ്ങുന്നത്. ഇപ്പൊ നിലവിൽ അതിന്റെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ബാച്ച് തീർന്നു കഴിയുമ്പോഴത്തേക്കായിരിക്കും പുതിയ ബാച്ച് തുടങ്ങുന്നത്. കാരണം ഞാനൊരു ബേസിക്കലി ഞാനൊരു ജ്യോത്സ്യനാണ്, ഞാനിവിടെ പ്രൊഫഷണലാണ്. അതുകൊണ്ടിട്ടാ ഞാൻ മാത്രമല്ല, എന്റെ തലമുറകൾ 9 തലമുറയായിട്ട് ഞങ്ങള് ജ്യോത്സ്യരാണ്, പാരമ്പര്യ ജ്യോതിഷമാണ്. അതുകൊണ്ടിട്ടാ ഏതായാലും എനിക്ക് ഒരുപാട് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരും ജ്യോതിഷം പാരമ്പര്യമായിട്ട് അച്ഛനും അപ്പൂപ്പനും ഒക്കെ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവർ, അവർക്കൊക്കെ ചില സമയത്ത് പഠിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള ഒരുപാട് പേര് ഇവിടെ നമ്മുടെ ക്ലാസ്സുകളിൽ ചേർന്നിട്ടുണ്ട്, ഇവിടെ പഠിച്ചിട്ടുണ്ട്, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് കൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾ അത് ഓരോന്നും വ്യത്യസ്തമായ ക്ലാസ്സുകളാണ്. ചില ഡയറക്റ്റ് ക്ലാസ്സുകളുണ്ട്. അതെല്ലാ ക്ലാസ്സുകളും നമ്മൾ ഇപ്പൊ കുറേയധികം ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഓരോ ക്ലാസ് തീരുമ്പോഴത്തേക്കും നമ്മൾ എല്ലാ ഗ്രൂപ്പിലും അറിയിക്കും. താല്പര്യമുള്ളവർക്കൊക്കെ ആ ക്ലാസ്സുകളിൽ ചേരാം. എന്തായാലും ഇപ്പൊ ഇതിനകത്ത് പ്രശ്നം മുഹൂർത്തവും എന്നുള്ള ക്ലാസ് ഇപ്പൊ ഇതിനകത്ത് വരുന്നില്ല. ഇപ്പൊ വരുന്നത് പ്രശ്ന വിശകലനം എന്ന് പറയുന്ന ഒരു ക്ലാസ്സാണ്. കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അത് പലരും ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു ക്ലാസ് തുടങ്ങാൻ തീരുമാനിച്ചത്. ഒരു പ്രശ്നം പഠിച്ചവർക്ക് വേണ്ടി ഉള്ള ഒരു ക്ലാസ്. ഏതായാലും എനിക്ക് ഇത് ആവശ്യമുള്ളതാണ്. അതുകൊണ്ടിട്ടാണ് ഞാനും ജോയിൻ ചെയ്യാൻ താല്പര്യം എനിക്ക് ഉണ്ടായത്. അതുകൊണ്ടിട്ട് അതായത് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് ഒരാള് ഒരു പ്രശ്നത്തിന് അല്ലെങ്കിൽ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ സാധാ പറയാറുള്ളത്, ജാതകം നോക്കണം, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, വീട്ടിൽ അനർത്ഥങ്ങൾ നടക്കുകയാണ്, സാമ്പത്തിക പ്രശ്നമുണ്ട്, വിട്ടുമാറാത്ത അസുഖങ്ങളുണ്ട്, അപകടങ്ങൾ നടക്കുന്നു, എന്താണെന്ന് അറിയില്ല, അതുകൊണ്ട് ജാതകം നോക്കണം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും വരുന്നു. പക്ഷേ ജാതകം അതാണ് പറഞ്ഞത്,
വരുമ്പോൾ നമ്മളെ അറിയിച്ചിട്ടാണ് വരുന്നു എന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. അതാണ് നമ്മൾ ഇവിടെ എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ അറിയിക്കുന്ന സമയം പണ്ട് കാലങ്ങളിൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ ജ്യോത്സ്യര് വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു പന്തലൊക്കെ ഇട്ട് തനിക്ക് ചുറ്റും 12 കസേരയോ സ്റ്റൂളോ ഇരിപ്പിടങ്ങളോ ഇട്ട് നല്ല ആചാനുബാഹുവായിട്ടിരിക്കും. ആ 12 കസേരകൾ അല്ലെങ്കിൽ 12 ഇരിപ്പിടങ്ങളും 12 രാശിയെ സൂചിപ്പിക്കും. ഇതിൽ ഏത് രാശിയിൽ വന്നിരിക്കുന്നു, ഏത് കസേരയിൽ ഇരിക്കുന്നു, ആ രാശിയെ ആരൂഢമായിട്ട് വെച്ചുകൊണ്ട് അദ്ദേഹം പ്രശ്നത്തിന് അവതരിപ്പിക്കും. അങ്ങനെ ഒരു രീതിയുണ്ട്. അത് അവതരിപ്പിക്കുമ്പോൾ എല്ലാ പാപങ്ങളും അതിനകത്ത് വരും. 1-ാം ഭാവം, 2-ാം ഭാവം, 3-ാം ഭാവം, 4-ാം ഭാവം, 5-ാം ഭാവം. അതാണ് പറഞ്ഞത് ഈശ്വരാനുഗ്രഹം ഉണ്ടോ ആദ്യം. രണ്ടാമത് പരദേവതാ കോപമുണ്ടോ? പരദേവത ആരാണ്? അത് അനുഗ്രഹമാണോ കോപമാണോ? ഇഷ്ടദേവത ആരാണ്? അത് അനുഗ്രഹമാണോ കോപമാണോ? നാഗർശാപം അല്ലെങ്കിൽ പണി അല്ലെങ്കിൽ എന്തോന്നു സർപ്പശാപം ഉണ്ടോ? അതല്ലെങ്കിൽ മറ്റ് വിവിധ രൂപത്തിലുള്ള ശാപങ്ങൾ, പിതൃശാപം, മാതൃശാപം, ഗുരുശാപം, ബ്രാഹ്മണശാപം, ബ്രഹ്മരക്ഷസിന്റെ ദോഷം, മന്ത്രമൂർത്തിയുടെ കാര്യങ്ങൾ, യോഗീശ്വരന്റെ കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ദേവതയുടെ ദോഷമുണ്ടോ? ആഭിചാര ദോഷമുണ്ടോ? അല്ലെങ്കിൽ ചെയ്വിന പോലുള്ള കാര്യങ്ങൾ, അതാണ് ആഭിചാര ദോഷം. ശത്രുദോഷമുണ്ടോ? ദൃഷ്ടിദോഷമുണ്ടോ? വാഗ്ദോഷമുണ്ടോ? അല്ലെങ്കിൽ എന്തോന്ന് പിന്നെ കൈവിഷദോഷമുണ്ടോ? ദൃഷ്ടിദോഷം, വാഗ്ദോഷം, കൈവിഷദോഷമുണ്ടോ? ഇങ്ങനെ പല രീതി, അതിന് ഒരു അടുക്കുണ്ട്. അങ്ങനെ അടുക്ക് വഴി ചിന്തിച്ചെടുക്കുന്നതാണ് കുടുംബ പ്രശ്നം. ഇനി ചിലർ വന്നിട്ട് ചോദിക്കും, എനിക്ക് വിട്ടുമാറാത്ത അസുഖമാണ്, അതിനുള്ള കാരണം അറിയണം. അങ്ങനെ ചോദ്യം നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ സോഷ്യൽ സ്റ്റഡീസ്, ഹിസ്റ്ററി, ജോഗ്രഫി പഠിക്കുമ്പോൾ നമ്മൾ 2 ബുക്ക് നിറച്ച് പഠിക്കുകയാണ്. പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം കൊടുക്കുന്നു, അതിനെ മാർക്ക് കിട്ടുള്ളൂ. പഠിച്ചതെല്ലാം എഴുതിയാൽ മാർക്ക് കിട്ടൂല. അതുപോലെ ചോദ്യം സ്പെസിഫിക് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അസുഖത്തിനുള്ള കാരണം എങ്കിൽ ആരൂഢം, നമുക്ക് കിട്ടുന്ന ആരൂഢവും രോഗത്തിനെ സൂചിപ്പിക്കുന്ന ഭാവം 6-ാം ഭാവവും രോഗത്തിന്റെ കാരണക്കാരായ ചൊവ്വ, ശനി ഇവരെ കൊണ്ട് ചിന്തിക്കണം. എങ്കിൽ അവിടെ പ്രശ്നം വളരെ ലഘുവാവുകയാണ്. ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം, അത് ചോദ്യം സ്പെസിഫിക് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ 1 കിട്ടുന്ന ആരൂഢം, 2 ആ കൺസേൺഡ് ഭാവം, അതിനെ വെച്ചിട്ട് ചിന്തിക്കണം. ഇനി എനിക്ക് സന്താനം ഉണ്ടാകുന്നില്ല, സന്താനം കിട്ടുന്നില്ല, കാര്യം എന്താണെന്നുള്ള അറിയണം, അതിനെന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് അറിയണം എന്ന് ചോദിച്ചാൽ ആരൂഢവും 5-ാം ഭാവവും വ്യാഴവും, സന്താനത്തിന്റെ കാരകൻ വ്യാഴം, സന്താനത്തിന്റെ ഭാവം 5, ചോദ്യം സ്പെസിഫിക് ആയിട്ട് ചോദിച്ചുകൊണ്ട് ആരൂഢം. അല്ലെങ്കിൽ വിവാഹ തടസ്സം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7-ാം ഭാവവും ശുക്രനും ആരൂഢവും. അല്ലെങ്കിൽ തൊഴിൽ തടസ്സം എന്ന് ചോദിച്ചാൽ 10-ാം ഭാവവും 10-ാം ഭാവത്തിന്റെ കാരകൻ സൂര്യൻ, ബുധൻ, വ്യാഴം, ശനി ഇവരും ആരൂഢവും. ഇങ്ങനെ സാമ്പത്തിക ദോഷം ചോദിച്ചു കഴിഞ്ഞാൽ വ്യാഴവും 2-ഉം 11-ഉം ഭാവങ്ങളും. ഇങ്ങനെ കണക്ക് കൂട്ടിയെടുത്ത് പറയുന്ന ശാസ്ത്രം. എന്നിട്ട് അത് ഏത് ഗ്രഹമാണ് കുഴപ്പമുണ്ടാകുന്നു, ആ ഗ്രഹത്തിനെ സംബന്ധിക്കുന്ന പരിഹാരം. ഇപ്പോൾ നമ്മൾ ഒരു ഡോക്ടർ ചെയ്യുന്നത് പോലെ എന്താണ് അസുഖം എന്ന് കണ്ടുപിടിച്ചിട്ട് അതിലേക്കുള്ള മരുന്ന് കൊടുക്കുക. അപ്പോൾ ഏത് ഗ്രഹം കുഴപ്പമുണ്ടാക്കുന്നു, ആ ഗ്രഹത്തിന് പറഞ്ഞിട്ടുള്ള പരിഹാരം കൂടി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കാര്യം കറക്റ്റ്. അത് പ്രശ്നത്തിൽ മാത്രമേ കിട്ടുള്ളൂ, ജാതകത്തിൽ കിട്ടൂല. അത് ഭംഗിയായിട്ട് പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രമാണ് പ്രശ്നശാസ്ത്രം. ഓക്കെ, താങ്ക് യു, വളരെ നന്ദി, വളരെ നന്ദി. താങ്ക് യു സാർ. താങ്ക് യു. അപ്പൊ മറ്റു സംശയങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അതിന് അടുത്ത ക്ലാസ് മറ്റെല്ലാ വിവരങ്ങളും നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ അറിയിക്കാം. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സാർ. താങ്ക് യു. നമസ്കാരം.